Excellent Cat Malayalam സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് അല്ലെങ്കിൽ സെല്ലുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു എക്സൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ പോവാം. വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു. സെയിൽസ് ഡേറ്റ എന്ന ഈ ഒരു വർക്ക്ഷീറ്റിൽ മാത്രമാണ് എനിക്ക് ഈ ഫീച്ചർ വേണ്ടത്. ഇവിടെയുള്ള സെയിൽസ് ഡേറ്റ എന്ന ലേബലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. വർക്ക്ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പ്രൈവറ്റ് സബ് വർക്ക്ഷീറ്റ് സെലക്ഷൻ ചേഞ്ച്, അതായത് വർക്ക്ഷീറ്റ് സെലക്ഷൻ ചേഞ്ച് എന്ന ഈ ഒരു സബ് പ്രൊസീജിയർ അഥവാ വർക്ക്ഷീറ്റ് സെലക്ഷൻ ചേഞ്ച് എന്ന ഈ ഒരു എക്സൽ മാക്രോ നമ്മൾ എപ്പോഴൊക്കെ ഈ വർക്ക്ഷീറ്റിലൊരു സെല്ല് അല്ലെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. വിഷ്വൽ ബേസിക്. ഇനി റോയും കോളവും ഹൈലൈറ്റ് ചെയ്യാനുള്ള കോഡ് സെൽസ് ഡോട്ട് ഇൻറ്റീരിയർ ഡോട്ട് കളർ ഇൻഡെക്സ് ഈക്വൽ എക്സൽ കളർ ഇൻഡെക്സ് നൺ. ഈ വർക്ക്ഷീറ്റിലെ എല്ലാ സെല്ലുകളിലെയും ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ടാർഗറ്റ് ഡോട്ട് entire column dot interior dot color index equal 4. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിനെ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. 4 എന്നത് ഗ്രീൻ കളറിൻ്റെ കോഡാണ്. ടാർഗറ്റ് ഡോട്ട് entire row dot interior dot color index equal 6. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് കണ്ടെയ്ൻ ചെയ്യുന്ന റോയെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെലക്ട് ചെയ്യപ്പെടുന്ന സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ടാർഗറ്റ് ഡോട്ട് ഇൻറ്റീരിയർ ഡോട്ട് കളർ ഇൻഡെക്സ് equal excel color index none. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ഈ വർക്ക്ഷീറ്റിൽ ഞാനൊരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ആ സെല്ല് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഗ്രീൻ കളറിലും റോ യെല്ലോ കളറിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വർക്ക്ഷീറ്റിൽ മാത്രമേ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. ഇവിടെയുള്ള മറ്റു വർക്ക്ഷീറ്റുകളിലെ സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. അതുപോലെ ഈ കാണുന്ന കളർ കോഡുകൾ കളർ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ട് കോഡുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യെല്ലോ കളറിന് വേണ്ടി 6, ഗ്രീൻ കളറിന് വേണ്ടി 4. ഇനി മറ്റൊരു കളർ പെയർ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. 46, 23. വിഷ്വൽ ബേസിക് 46, 23. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ കളറുകൾ ചേഞ്ച് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് അല്ലെങ്കിൽ സെല്ലുകൾ മാത്രം ഒരു പർട്ടിക്കുലർ കളറിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ വിഷ്വൽ ബേസിക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് മുന്നിൽ ഒരു അപ്പോസ്ട്രോഫി ആഡ് ചെയ്യുക. പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യാത്ത കമൻറ്റുകളാക്കി മാറ്റാനാണ് അപ്പോസ്ട്രോഫി ഉപയോഗിക്കുക. ടാർഗറ്റ് ഇൻറ്റീരിയർ ഡോട്ട് കളർ ഇൻഡെക്സ് ഈക്വൽ യെല്ലോ കളറിന് വേണ്ടി 6. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ഈ വർക്ക്ഷീറ്റിലെ സെല്ലുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സെല്ലുകളെല്ലാം യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഇനി ഈ ഫീച്ചർ ഈ വർക്ക് ബുക്കിലെ മറ്റ് ഷീറ്റുകളിൽ കിട്ടണമെങ്കിൽ വിഷ്വൽ ബേസിക് ഈ സബ് പ്രൊസീജിയറിനുള്ളിലെ കോഡ് കോപ്പി ചെയ്യുക. ഈ സബ് പ്രൊസീജിയർ ഡിലീറ്റ് ചെയ്യുന്നു. ദിസ് വർക്ക് ബുക്ക് എന്ന ലേബലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. വർക്ക് ബുക്ക്. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ഷീറ്റ് സെലക്ഷൻ ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇനി കോപ്പി ചെയ്ത കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോസ്ട്രോഫി റിമൂവ് ചെയ്യുന്നു. എക്സൽ കളർ ഇൻഡെക്സ് നാം വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ഈ വർക്ക് ബുക്കിലെ ഏത് വർക്ക് ഷീറ്റിലെ സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സെല്ലുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഹൈലൈറ്റ് ചെയ്യപ്പെടും. എക്സൽ വർക്ക് ഷീറ്റുകളിലെ ആക്റ്റീവ് റോയും കോളവും ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.